ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിസാൻ്റെ ഡിസ്ക് വെൽഡിംഗ് ആണ്. അപ്പോൾ ഡിസ്ക് പൊട്ടി വന്നൊരു ഡിസ്ക്കാണിത്, ഫുള്ളായിട്ട് വേറിട്ടിരുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് വെൽഡ് ചെയ്യാണ്. അപ്പോൾ ആ വെൽഡ് ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടാണ് ഇതിനുണ്ടായിരുന്നത്, മൊത്തത്തിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ വെൽഡിംഗ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ആ വെൽഡ് ചെയ്തത് മൊത്തം ഗ്രൈൻഡൊക്കെ ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ അതേ ഇതിലാക്കണം. വെൽഡ് ചെയ്തതൊന്നും അറിയാത്ത കോലത്തിലാണ് നമ്മൾ ചെയ്യണത്. അപ്പം കണ്ടാലൊന്നും അറിയില്ല വെൽഡ് ചെയ്തതാണോ ജോയിൻറ്റ് ചെയ്തതാണോ എന്നൊന്നും അറിയില്ല. പിന്നെ മിഗ് അടിക്കണത്. മിഗ് അടിക്കുമ്പോൾ കുറച്ച് ഉറപ്പ് കൂടും. പിന്നെ ആ ഭാഗം മാത്രമേ ക്ലിയറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ആ വെൽഡിങ്ങാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മിഗ് അടിക്കണതാണ്. അപ്പോൾ മിഗൊക്കെ അടിക്കുമ്പോൾ ഗ്ലാസ് നന്നായിട്ട് വെച്ചിട്ടൊക്കെ വേണം അടിക്കാൻ. കണ്ണിന് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അപ്പം അതിൻ്റെ വെൽഡിങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വെൽഡിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഡിസ്ക് എല്ലാ ഭാഗത്തും വെൽഡൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരുപാട് പൊട്ടുണ്ട്, ചെറുപറ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വെൽഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വെൽഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ് ചെയ്യണതാണ്. അപ്പം ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഭാഗത്ത് കുറച്ച് കൂടെ ഒന്ന് വെൽഡിങ് എത്താനുള്ളതുണ്ട്. അപ്പോൾ അത് രണ്ടാമത് വെൽഡ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ല ലെവലാക്കി എടുക്കണം. അപ്പോൾ ആ ഗ്രൈൻഡ് ചെയ്യണ വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് നല്ല രീതിയിലാക്കുകയാണ്. അപ്പം ഗ്രൈൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ ഇതിൽ കാണും. അപ്പോൾ ഗ്രൈൻഡിങ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ വെൽഡിങ് ഒന്നും കാണാൻ കണ്ടോ, വെൽഡിങ് അടിച്ചതാണോ ഒന്നും അറിയില്ല. അപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, ഒന്ന് പ്രോത്സാഹിപ്പിക്കണം.